ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിനു ശേഷം ജോഷ് ഹേസൽവുഡിനെ ഓസ്ട്രേലിയൻ ടീം വിശ്രമം അനുവദിച്ചു. ആഷസിന് ഒരുങ്ങാൻ വേണ്ടിയാണ് സ്റ്റാർ പേസറായ ഹേസൽവുഡിനെ ഇന്ത്യക്കെതിരെ മാറ്റി നിർത്തിയത്. ആഷസിന് ഓസീസ് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുമല്ലോ. എന്നാൽ പരിശീലനത്തിനിടെ പരിക്കേറ്റ ഹേസൽവുഡിന് ആഷസിലെ ആദ്യ ടെസ്റ്റ് നഷ്ടമായി. പിന്നാലെ പരിക്കേറ്റ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസും പുറത്തായതോടെ ഓസ്ട്രേലിയയുടെ ചങ്കിടിപ്പേറി. ഏത് ഓസ്ട്രേലിയയുടേതോ? അത് ടീം വേറെയാണ് മക്കളെ. ആഷസ് തിരിച്ചു പിടിക്കാനൊരുങ്ങുന്ന ഓസീസ് നിരയിൽ മിച്ചൽ സ്റ്റാർക്കിനൊപ്പം കൂടെയുള്ളത് കേവലം 14 ടെസ്റ്റ് മാത്രം കളിച്ച സ്കോട്ട് ബോളണ്ട്, അരങ്ങേറ്റ ടെസ്റ്റ് കളിക്കുന്ന ബ്രണ്ടൻ ഡോഗറ്റും. പക്ഷേ ഓസ്ട്രേലിയയ്ക്ക് അതുതന്നെ ധാരാളമായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ സാക്രൗളിയെ ഉസ്മാൻ ഖ്വാജയുടെ കൈകളിലെത്തിച്ച് സ്റ്റാർക്ക് തുടങ്ങി. വൈകാതെ ബെൻ ഡക്കറ്റിനെ എൽബിയിൽ കുരുക്കി. മോഡേൺ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്ററായ ജോ റൂട്ടിനെ 0-ൽ വീഴ്ത്തി. ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിൻ്റെ കുറ്റി തെറിപ്പിച്ചു. പിന്നാലെ ജാമി സ്മിത്തിനെയും ഗെറ്റ്സ് അക്കിൻസണെയും. മാർക്ക് വുഡിനെ അലക്സ് കാരിയുടെ കൈകളിലെത്തിച്ചപ്പോഴേക്ക് ഇംഗ്ലീഷ് ഇന്നിങ്സ് 172 ഒതുങ്ങി. അപ്പോൾ സ്റ്റാർക്കിൻ്റെ സ്റ്റാറ്റ് ഇതായിരുന്നു: 12.5 ഓവർ, 4 മെയ്ഡൻ, 58 റൺസ് വിട്ടുകൊടുത്ത് 7 വിക്കറ്റ്. എല്ലാ പന്തും 140 km/h എറിഞ്ഞ് ഒരു 35-കാരൻ്റെ പൂണ്ട് വിളയാട്ടം. ഇതാദ്യമായാണ് സ്റ്റാർക്ക് ഒരു ഇന്നിങ്സിൽ 7 വിക്കറ്റ് നേടുന്നത്. ആ ഇന്നിങ്സ് പൂർത്തിയായപ്പോൾ ഒരു പിടി റെക്കോർഡുകളും സ്റ്റാർക്ക് തൻ്റെ പേരിലെഴുതി. അതിലേറ്റവും പ്രധാനം ആഷസിൽ 100 വിക്കറ്റുകൾ നേടുന്ന ബൗളർ എന്ന എലൈറ്റ് ക്ലബിലേക്ക് സ്റ്റാർക്ക് കയറി ചെന്നു എന്നതാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ആഷസിൽ ഇതുവരെ 20 പേരായിരുന്നു ആ പട്ടികയിലുണ്ടായിരുന്നത്. 44 ശരാശരിയിലാണ് സ്റ്റാർക്കിൻ്റെ നേട്ടം. 100 വിക്കറ്റ് ക്ലബിലെ ഏറ്റവും മികച്ച ശരാശരിയും ഇതുതന്നെ. തീർന്നില്ല, പെർത്തിൽ ഏറ്റവും അധികം വിക്കറ്റ് എന്ന നേട്ടവും സ്റ്റാർക്ക് തിരുത്തി. 29 വിക്കറ്റ് ഉണ്ടായിരുന്ന നേതൻ ലേണയാണ് ഇത്തവണ മറികടന്നത്. 139 തവണയാണ് സ്റ്റാർക്ക് ബാറ്റർമാരെ 0-ന് പുറത്താക്കുന്നത്. ഏറ്റവും അധികം പേരെ ഡക്കാക്കിയ 10 ബോളർമാരിൽ നിലവിൽ കളിക്കുന്നവരിൽ ഏക താരവും സ്റ്റാർക്ക് തന്നെ. ഈ വർഷം ഇതുവരെ സ്വന്തമാക്കിയത് 36 വിക്കറ്റുകൾ, അതും കേവലം 8 ടെസ്റ്റുകളിൽ നിന്ന്. പഴകുന്തോറും വീര്യമേറുന്നത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുതന്നെ സംഭവം. ആഷസിന് തൊട്ട് മുൻപ് വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിലും സ്റ്റാർക്ക് വൻ നേട്ടങ്ങൾ കൊയ്തിരുന്നു. 3-ാം ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെ ചരിത്രത്തിലെ ഏറ്റവും മോശം 2ാമത്തെ സ്കോറിനാണ് ഓസീസ് എറിഞ്ഞിട്ടത്, കേവലം 27 റൺസിന്. സ്റ്റാർക്ക് അന്ന് വീഴ്ത്തിയത് 7 ഓവറിൽ 4 മെയ്ഡൻ ഉൾപ്പെടെ 6 വിക്കറ്റ്, വിട്ടുകൊടുത്തത് 9 റൺസ് മാത്രം. അന്നത് സ്റ്റാർക്കിൻ്റെ 100-ാം ടെസ്റ്റായിരുന്നു. 100-ാം ടെസ്റ്റിൽ 5 വിക്കറ്റ് നേട്ടത്തിലെത്തുന്ന ആദ്യ പേസറായി സ്റ്റാർക്ക് മാറി. 100-ാം ടെസ്റ്റിൽ ഏറ്റവും മികച്ച ബൗളിംഗ് ഫിഗറും സ്റ്റാർക്കിന് തന്നെ. 54 റൺസിന് 6 വിക്കറ്റ് എടുത്ത മുത്തയ്യ മുരളീധരനെയാണ് കേവലം 9 റൺസിന് 6 വിക്കറ്റ് എടുത്ത് സ്റ്റാർക്ക് പിന്നിലാക്കിയത്. ഇർഫാൻ പത്താന് ശേഷം ഇന്നിങ്സിൻ്റെ ആദ്യ ഓവറിൽ തന്നെ 3 വിക്കറ്റ് എടുക്കുന്ന ആദ്യ ബൗളറും ആ പ്രകടനത്തോടെ സ്റ്റാർക്കായി. തീർന്നില്ല, 15 പന്തിൽ 5 അടിച്ച സ്റ്റാർക്ക് ടെസ്റ്റ് ചരിത്രത്തിലെ വേഗമേറിയ 5 വിക്കറ്റ് നേട്ടവും സ്വന്തം പേരിലാക്കി. ഒരു മാസം മുമ്പാണ് സ്റ്റാർക്ക് അന്താരാഷ്ട്ര T20-യിൽ നിന്ന് വിരമിച്ചത്. ആഷസിനും 2027 ഏകദിന ലോകകപ്പിനും ഒരുങ്ങാനാണ് വിരമിച്ചതെന്ന് സ്റ്റാർക്ക് പറഞ്ഞു. അതിനുശേഷം ആദ്യ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ തന്നെ സ്റ്റാർക്ക് തൻ്റെ ദൗത്യം ഗംഭീരമാക്കുകയും ചെയ്തു. ആഷസാണ്, ആ മരച്ചപ്പിനുള്ളിൽ കത്തിത്തീർന്ന ചാരമാണ്. നൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും അത് അങ്ങനെയൊന്നും അണയില്ല. സ്റ്റാർക്ക് ആടിയ അതേ വേദിയിൽ, അതേ നാണയത്തിൽ, അതേ ദിവസം ഇംഗ്ലണ്ട് തിരിച്ചടിച്ചു, അവരുടെ ക്യാപ്റ്റനിലൂടെ തന്നെ. 5 വിക്കറ്റുമായി ബെൻ സ്റ്റോക്സ് നിറഞ്ഞാടിയപ്പോൾ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഓസ്ട്രേലിയ ചീട്ടുകൊട്ടാരം കണക്ക് വീണു. 6 ഓവറിലാണ് സ്റ്റോക്സിൻ്റെ 5 വിക്കറ്റ് നേട്ടം. ഈ വർഷം ഇംഗ്ലണ്ടിനായി ഏറ്റവും അധികം വിക്കറ്റും ക്യാപ്റ്റന് തന്നെ. ആഷസിൻ്റെ ആദ്യ ദിനം 19 വിക്കറ്റുകൾ, 50,000 കാണികൾ. വീറും വാശിയും കൂടുന്നേയുള്ളൂ. സച്ചിയുടെ സിനിമയിൽ പറയും പോലെ, കണ്ടറിയണം ആഷസ്, നിനക്കെന്ത് സംഭവിക്കുമെന്ന്.